പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സമരം കേന്ദ്ര സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ രോഷം ഏറ്റെടുത്ത കോൺഗ്രസ് സമരം പ്രധാനമന്ത്രിയുടെ പടിവാതിക്കൽ വരെ എത്തിച്ചിട്ടുണ്ട്. ജന്തർ മന്ദിറിലേക്ക് ആളുകൾ എത്തുന്നത് തടയാൻ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചതുൾപ്പെടെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഡൽഹി പോലീസിന് രക്ഷയില്ല. എഡിറ്റോറിയൽ ഡെസ്ക് ബിഗ് ടിവി. എസ് വിജയകുമാർ, കോക്രോച്ചുകളുടെ ഇത്ര വലിയ പ്രക്ഷോഭം വേണ്ടി വന്നോ പ്രതിപക്ഷത്തിന് ഈ വിഷയമൊന്ന് മനസ്സിലാക്കാൻ? നീറ്റ് പരീക്ഷാ ചോദ്യത്തിലെ ചോർച്ചയടക്കമുള്ള കാര്യങ്ങളിൽ സമരരംഗത്തേക്ക് മുൻനിരയിലേക്ക് വരാൻ? സുജയ പാർവതി, നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നടന്ന ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിൽ ഉണ്ടായ തീരുമാനം ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുക, ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം നടത്തുക എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷെ അപ്പോഴും ഏത് സ്വഭാവത്തിലുള്ള പ്രതിഷേധത്തിനാണ് അവർ ഒരുങ്ങുന്നതെന്നറിയില്ല. അതിനുശേഷം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത് സമ്പൂർണ്ണമായ ഒരു നിശബ്ദതയാണ്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദിറിൽ സമരം നടത്തുന്നു. വളരെ ദുർബലമായ സമരമായിരുന്നു തുടക്കത്തിൽ. പ്രതിപക്ഷ പാർട്ടികൾ ആരും അവിടേക്ക് പോയില്ല. ഇടയ്ക്കെപ്പോഴോ ഇടത് പാർട്ടികൾ, ഇടത് യുവജന സംഘടനകളുടെ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രം അവിടെ ഉണ്ടായി. അപ്പോൾ ഇത് പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോഴേക്കും കോൺഗ്രസ് ആ സമരത്തിൽ ഇറങ്ങുകയും അതിനെ വേറൊരു വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അപ്പോഴും സുജയ പാർവതി, ഡൽഹി പോലൊരു തന്ത്രപ്രധാന കേന്ദ്രത്തിൽ ഒരു സമരം നടക്കുന്നു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു, പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അവർ പറയുന്നു, സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ചർച്ച എന്ന വാഗ്ദാനത്തോട് ഈ സംഘടനകളൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? ഈ പ്രശ്നപരിഹാരമാണ് ഉണ്ടാകേണ്ടത്, പ്രതിസന്ധി വഷളാക്കലല്ല. ഡൽഹി പോലെ വളരെ പട്ടജിക്കെന്ന് നമ്മൾ എല്ലാ അർത്ഥത്തിലും പറയുന്ന ഒരു മേഖലയിൽ ഇത്രയും ദീർഘമായ സമരങ്ങൾ അനുവദിക്കണമോ, അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം നീട്ടിക്കൊണ്ടു പോകണോ എന്നത് എല്ലാവരും ആലോചിക്കേണ്ട വിഷയമാണ്. കാര്യങ്ങൾ വല്ലാതെ ഇപ്പോൾ തന്നെ വഷളായിട്ടുണ്ട്. ജോഷി കുര്യൻ, പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറയുന്നു. JP നദ്ദ സമരക്കാരെ കണ്ടതാണ്, കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് അങ്ങനെ ഓരോ ആവശ്യങ്ങൾ മാറ്റി വെച്ച് ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണോ? പരിഹാരം വേണ്ടെന്നാണോ പ്രതിപക്ഷത്തിന്റെ പക്ഷം? സുജയ, പണ്ട് മുതലേ പറയാറുണ്ട്, ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളെ ഇല്ലാതാക്കാനുള്ള, അടിച്ചമർത്താനുള്ള വഴി എന്ന് പറയുന്നത് അതിനുള്ളിലേക്ക്, ഈ സമരത്തിന്റെ കോറിനുള്ളിലേക്ക് സ്വാഭാവികമായും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ തന്നെ അണിനിരത്തുകയാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയാറുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പല പല താല്പര്യങ്ങൾ അതിനുള്ളിലേക്ക് കടന്നുകൂടും. ഈ പറയുന്ന ഈ പാറ്റാ സമരമുണ്ടല്ലോ, ഈ പാറ്റാ സമരത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അവർ പ്രധാനമായും എന്താണ്, ഈ നീറ്റ് വിദ്യാഭ്യാസ പരീക്ഷ ചോർച്ചയൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ സമരത്തിന് വേണ്ടിയാണ് ആ വിദ്യാർത്ഥികളടക്കം യുവജനങ്ങളടക്കം അവിടെ ഒത്തുകൂടിയത്. ആ സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും നമുക്കറിയാലോ, മുഖം നഷ്ടപ്പെട്ട് നിറം നഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു ഐക്യമില്ലാതെ ഇന്ത്യ മുന്നണി കൂടി വന്നു ചേർന്നതോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ സമരത്തിന് ദിശ പോയി എന്ന് ഞാൻ കരുതുന്നത്. അതിനുമപ്പുറത്തേക്ക് അതൊരു അരാഷ്ട്രീയ സമരമായി, എന്താണ്, പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സമരമായി, പോലീസിനെ ആക്രമിക്കുന്ന സമരമായി മാറിയത്. എന്തായാലും ഇപ്പോഴും സമയമുണ്ട്, ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുകയാണ് എത്രയും വേഗം വേണ്ടത്.
കോക്രോച്ച് ജനതാ പാർട്ടി അത് യുവാക്കളുടെ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാ സംഘമാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് രംഗത്ത് നിൽക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. അതല്ല തെരുവിൽ തുടരുകയാണ് ലക്ഷ്യമെങ്കിൽ ഒരു ചർച്ചയ്ക്കും നിങ്ങൾ പോകാൻ പോകുന്നില്ല എന്നതും രാജ്യം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പ്രതിപക്ഷം ഇപ്പോൾ തങ്ങളുടെ ഒരു ജീവശ്വാസം കിട്ടുന്ന രീതിയിൽ ഊർധ്വൻ വലിച്ചു കിടക്കുകയായിരുന്ന പ്രതിപക്ഷ മുന്നണി ഇന്ത്യ സഖ്യം, കാരണം ഓരോന്നായി ചിന്നിച്ചിതറി പോകുന്നു, ഒരു ഒത്തൊരുമയില്ലാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു മുന്നണിക്ക് ഒരു ജീവശ്വാസം കിട്ടുന്നത് പോലെയായി CJPയുടെ സമരം എന്നാണ് ഞാൻ കരുതുന്നത്. ജോഷി, അപ്പോൾ സുജിയ, ഇക്കാര്യത്തിൽ DNA ചോദിക്കാത്ത ചോദ്യം എന്താണ്? സമരക്കാരുമായി അടച്ചിട്ട മുറിയിൽ 10 മിനിറ്റ് മാത്രം ചർച്ച നടത്തുന്നതാണോ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം? എന്തുകൊണ്ടാണ് സമരക്കാരുടെ ആവശ്യപ്രകാരം ജന്തർ മന്ദറിലോ അല്ലെങ്കിൽ പരസ്യമായോ ഒരു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത്? സമാധാനപരമായ സമരമെന്ന് അവകാശപ്പെടുമ്പോഴും ചലോ സൺസെറ്റ് മാർച്ചിനിടെ പോലീസിന് നേരെ കല്ലേറുണ്ടായതും പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതും എങ്ങനെ ന്യായീകരിക്കും? ഇത്തരം അക്രമങ്ങൾ സമരത്തിന്റെ ലക്ഷ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന കാര്യം കൂടിയില്ലേ എന്നാണ് DNA ചോദിക്കുന്നത്. അപ്പോൾ കോക്രോച്ചുകൾ ഉയർത്തുന്ന ആവശ്യം ന്യായമാണ്, പക്ഷേ അതിൽ പരിഹാരത്തിനപ്പുറം പ്രതിഷേധം തുടരാനാണോ അവരുടെ നീക്കമെന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. വിശദമായി നമുക്കിത് ബിഗ് എഡിറ്റോറിയലിൽ ചർച്ചയും ചെയ്യാം.